Hello, Assalamu alaikum and welcome to another video of Lifestyle Vlogs by Shifna Shafiq. സാധാരണ നമുക്ക് വിരുന്നൊക്കെ വെക്കുമ്പോൾ ടെൻഷനാണ്, എന്തുണ്ടാക്കും, ചിക്കൻ ഉണ്ടാക്കണോ, മട്ടൻ ഉണ്ടാക്കണോ, ബീഫ് ഉണ്ടാക്കണോ എന്നൊക്കെ. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. കാരണം ഇപ്രാവശ്യം നമ്മൾ ബിരിയാണി പുറത്തുനിന്നാട്ടോ വാങ്ങിച്ചത്. പുറത്തുനിന്ന് പറയുമ്പോൾ മുന്നേ ഏതോ ഒരു ഫുഡ് ചെയ്ത ഒരു ഹോട്ടൽ റിവ്യൂ ആണ് കേട്ടോ ഓർമ്മ വന്നത്. മെഹ്ഫിലിലെ ബീഫ് ബിരിയാണി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇപ്രാവശ്യം നമ്മൾ അത് തന്നെ ട്രൈ ചെയ്യാമെന്ന് കേട്ടോ. അങ്ങനെ ഷീസു ഇപ്പോൾ വിരുന്നുകാരൊക്കെ വരുന്ന സന്തോഷത്തിലാണ്. അയാളാകെ അതും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഏകദേശം നമ്മൾ നൈറ്റിലാണ് കേട്ടോ വിരുന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മക്കളൊക്കെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. രണ്ടാളൂടെ കട്ടിലൊക്കെ ചാടിക്കളിയാണ് കേട്ടോ. അവർ സ്പൈഡർമാനും മാസ്കും ഒക്കെ വെച്ചിട്ടുള്ള അവരുടേതായിട്ടുള്ള ഒരു ലോകത്താണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫുഡിൻ്റെ അടുത്തേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഫുഡ് എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ തരി പോലെ സേമിയയും റവയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല മധുരത്തിൽ. പിന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ച് ക്യാരറ്റ് ഹൽവയാണ്. ഐസ്ക്രീം ഉള്ളതുകൊണ്ട് 2 ഫ്ലേവർ ഐസ്ക്രീം നമ്മളുണ്ട്. സ്ട്രോബെറി ഉണ്ട്, വാനില ഉണ്ട്, പ്ലസ് നമുക്ക് നട്ട്സൊക്കെ ഉള്ള ക്യാരറ്റ് ഹൽവ ഉണ്ട്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. ഇനിയാണ് നമ്മുടെ താരം വരുന്നത്, ബിരിയാണി. ഇത് ഏകദേശം ഒരു 12 ബിരിയാണി ഉണ്ട്. ഇതിൽ പപ്പടം ഉണ്ട്. പിന്നെ ബിരിയാണിയുടെ ഏകദേശം 3 എണ്ണം കിറ്റാക്കിയിട്ടാണ് അവർ കൊടുത്തയച്ച് വിട്ടിട്ടുള്ളത്. പിന്നെ ഇനി അപ്പുറത്തെ കവർ നോക്കാട്ടോ. അതിലുള്ളത് കച്ചമ്പറും അച്ചാറും ഒക്കെയാണ്. അതിലുണ്ട് 3 6 എണ്ണം. അപ്പോൾ അത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ബിരിയാണി വിശേഷം. ഇപ്പോൾ ഇത് പായസം പാകത്തിനാണ് കേട്ടോ, കട്ടിയൊക്കെ ആയിട്ടുള്ള, അത്യാവശ്യത്തിന് കട്ടി ഒക്കെ ആയിട്ടുള്ളൊരു അടിപൊളി, നല്ല മധുരമുള്ളൊരു അടിപൊളി പായസം, തരി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ പ്ലേറ്റൊക്കെ നമ്മൾ ഡിസ്പോസിബിൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഡെസേർട്ട് സെർവ് ചെയ്യാനായിട്ടുള്ളത് അതൊക്കെ വേറെ നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വിരുന്നിനുള്ള എല്ലാ കാര്യങ്ങളും ചെറുതായിട്ടിവിടെ റെഡിയായി സെറ്റായിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇവിടെ കച്ചമ്പറെല്ലാം ചെറിയ ബോക്സിലായതുകൊണ്ട് അതെല്ലാം കൂടെ എടുത്ത് വേറെ നമ്മുടെ ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള വേസ്റ്റൊക്കെ കൊണ്ട് തട്ടുകയാണ് കേട്ടോ. ഇപ്പോൾ കച്ചമ്പറിനൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ കച്ചമ്പറൊക്കെ സൂപ്പറായിരുന്നു. നല്ല തൈരും പുളിച്ച് തരിക്കുത്തിയിട്ട് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നുമില്ല, ഒക്കെ ഫ്രഷായിരുന്നു കേട്ടോ. ഇനി അടുത്തത് അച്ചാറാണ്. അച്ചാറിനെ കുറിച്ചൊന്നും പറയാനില്ല, നല്ല ചോന്ന അച്ചാറാണ്. അടിപൊളി അച്ചാറായിരുന്നു കേട്ടോ. 12 പീസിന് 12 അച്ചാറുണ്ടായിരുന്നു. നല്ല ബീട്രൂട്ട് അച്ചാറാണ്. ബീട്രൂട്ട് ഒന്നും അതിൽ കാണുന്നില്ലെങ്കിൽ കൂടെ നമുക്ക് ആ കളറ് നന്നായി കിട്ടുന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ചൊറിക്ക് അടിപൊളിയായിരുന്നു. അങ്ങനെ ഞാനിവിടെ അച്ചാറിൻ്റെ പാക്കറ്റൊക്കെ പൊട്ടിച്ച് നമ്മളൊരു ചെറിയ ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. എല്ലാവർക്കും കൂടെ അങ്ങനെ ചെറിയൊരു ബൗളിലേക്ക് ആക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാം കൂടെ ഒരു ചെറിയ ബൗളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ താരത്തെടുക്കാൻ പോകണം കേട്ടോ, റൈസിനെ. അപ്പോൾ അതിന്മേൽ തന്നെ അവർ ലേബലൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരുടെ ഹോട്ടലിൻ്റെ ലേബൽ മെഹ്ഫിൽ ബിരിയാണി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരുടെ ബ്രാൻഡ് നെയിമാണ് അവരുടെ ബിരിയാണിയുടെ. സോ ഇതിന് കൊണ്ടുവന്നപ്പോൾ തന്നെ തുടങ്ങിയതാണ് ഷിസുന് വിശക്കാനായിട്ട്. അപ്പോൾ അവനക്കും ചെറിയ മോനക്കുള്ള ഷെയർ ഇപ്പോൾ തന്നെ കൊടുക്കണം കേട്ടോ. അവർ വിശന്നിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. റൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, അടിപൊളി റൈസ്, പെർഫെക്റ്റ് കുക്കായിട്ടുള്ളത്, പെർഫെക്റ്റ് കുക്ക്ഡ് മീറ്റാണ്. ബീഫ് അടിപൊളി പെർഫെക്റ്റ് കുക്ക്ഡാണ്. അടിപൊളി ബിരിയാണിയാണ്. ഓയിലൊക്കെ പാകമാണ്. ചോറൊക്കെ ഇങ്ങനെ പിടിക്കുന്ന ടൈമിൽ നമ്മൾക്ക് കൈയുടെ ഉള്ളിൽ അങ്ങനെയോ ഒതുങ്ങിപ്പോകുന്ന ഒരു റൈസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗസ്റ്റിനൊക്കെ വന്നവർക്കൊക്കെ ബിരിയാണി അവർക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടമായിട്ടുണ്ട് ബിരിയാണി. നല്ല അഭിപ്രായമാണ് അവരൊക്കെ പറഞ്ഞത്. ചോറ് അത്രയ്ക്ക് വേർത്തായിട്ടുള്ള ഒരു റൈസാണ്. വീട്ടിൽ കൊടുന്ന് തിന്നാൽ നമുക്ക് സമാധാനമായിട്ട് കഴിക്കാം. ബാക്കി വന്നാൽ നമുക്ക് പിറ്റേ ദിവസം ചൂടാക്കിയും കഴിക്കാം. പക്ഷേ ഹോട്ടലിൽ പോയാൽ തിന്നുന്നൊരു ഫീല് വേറെയാണ്. പറ്റുന്നവരവിടെ പോയി കഴിക്കാം. എന്തായാലും നമുക്കൊക്കെ വീട്ടിൽ കൊടുന്ന് കഴിക്കുന്നതായിരിക്കും കൂടുതലായിട്ട് എളുപ്പം. സോ അങ്ങനെ ഇന്നൊരു അടിപൊളി ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് ഞാൻ മാറുന്നതിന് മുമ്പേ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടതാണ്. അപ്പോൾ പറ്റുന്നവരെല്ലാവരും പോയി കഴിക്കാൻ നോക്കാം മെഹ്ഫിൽ ബിരിയാണി.
ഫീൽ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഏകദേശം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അങ്ങനെ ഇന്ന് അടിപൊളി ഒരു ദിവസമായിരുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടമായാലും ഒരു ലൈക്കും ഇഷ്ടമായില്ലെങ്കിൽ ഒരു കമൻറ്റും ചെയ്യണേ. കൊച്ചു കൊച്ചു വിശേഷങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇറ്റ്സ് ഓൾ അബൌട്ട് പാഷൻ. അങ്ങനെ മടിയില്ലാത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ആൻഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.